കോലഞ്ചേരി പള്ളി തർക്കത്തിൽ യാക്കോബായ സഭയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. പള്ളി ഭരിക്കേണ്ടത് 1934 ഭരണഘടനാ പ്രകാരമെന്നും നിർദ്ദേശം. 2013 ഉടമ്പടി അംഗീകരിക്കണമെന്ന യാക്കോബായ സഭയുടെ ആവശ്യം തള്ളി സുപ്രീംകോടതി. 95 സുപ്രീംകോടതി വിധി മാത്രമേ നിലനിൽക്കൂ എന്നും വ്യക്തമാക്കി. 2002 യാക്കോബായ സഭ രൂപീകരിച്ച ഭരണഘടന നിലനിൽക്കില്ല. കോലഞ്ചേരി പള്ളിയിൽ നിന്ന് അജിത് കെ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ അനുകൂല വിധിയിൽ സന്തോഷത്തോടെ കൂടിയാണ് ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ പ്രതികരിക്കുന്നത്. ഇപ്പോൾ കോലഞ്ചേരി പള്ളിയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഒപ്പം ഒട്ടേറെ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റി ബേബി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഈ വിധിയോടുള്ള സഭയുടെ പ്രതികരണം? സഭ ഈ വിധിയെ 100% അനുകൂലമായി സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന വിധിയാണ്. പാത്രീസ് വിഭാഗം കൊടുത്ത എല്ലാ കേസുകളും തള്ളി. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സത്യവും നീതിയും തെളിഞ്ഞതിന്റെ ഭാഗമാണ് ഈ കേസിന്റെ വിധി. ഈ 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാണ് ഈ പള്ളിയെന്നും ഇത് മലങ്കര സഭയുടെ പരിപൂർണമായ അധികാരത്തിന് കീഴിലാണെന്നും മലങ്കര സഭയുടെ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബയും ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയും ഈ പള്ളിയെ നയിക്കപ്പെടേണ്ടതാണെന്നും ഇടവക ജനങ്ങൾ അവരുടെ കീഴിൽ അണിനിരക്കണമെന്നും വളരെ വ്യക്തമായ ഒരു വിധിയാണ് സുപ്രീം കോടതി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ വിധി എന്ത് മാറ്റമായിരിക്കും ഇവിടെ ഉണ്ടാക്കാൻ പോകുക, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? വിധിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കോലഞ്ചേരി ഇടവകയ്ക്ക് എല്ലാം ഇത് ബാധകമാണ്. ഇവിടെ ഒരു ഇടവക്കാരെ ഞങ്ങൾ മാറ്റി നിർത്താൻ തയ്യാറല്ല. എല്ലാവരും കോലഞ്ചേരി പള്ളിയുടെ ഇടവകാംഗമാണ്. 34 ഭരണഘടന അനുസരിക്കുന്ന ഏത് വ്യക്തിക്കും ഈ പള്ളിയിൽ തുടരാം. 34 ഭരണഘടന അനുസരിച്ച് നിയമിക്കുന്ന അച്ഛനായിരിക്കും ഈ പള്ളിയുടെ വികാരി. ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഈ വികാരിയായിരിക്കും. ആരുടെയും ഒരു വീട്ടാവശ്യങ്ങളും നമ്മൾ നടത്തി കൊടുക്കാതിരിക്കുന്നതല്ല. ഈ പള്ളിയിൽ വരുന്ന ഒരു വിശ്വാസിയെ നമ്മൾ മാറ്റി നിർത്തുന്നതല്ല. പക്ഷേ 34 ഭരണഘടന ബൈൻഡിങ് ആയിരിക്കും. ഇതനുസരിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ഇടവാംഗമായി തുടരാൻ സാധിക്കൂ. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇവിടെ വരുന്ന എല്ലാവരെയും ഈ പള്ളിയിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ 34 ഭരണഘടനയ്ക്ക് അനുസരിച്ചും ഇടവ മെത്രാപ്പൊലീത്ത മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിക്ക് വിധേയപ്പെട്ടുകൊണ്ടും ഇടവകാരി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചും ചെയ്യുന്ന ഏതൊരാൾക്കും ഈ പള്ളിയിൽ അവരെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കാൻ ഓർത്തഡോക്സ് സദാ സന്നദ്ധമാണ്. ഇനിയും അത് മുന്നോട്ട് പോകും. ആരെയും ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. ഏതായാലും 1934 ഭരണഘടന അംഗീകരിക്കുന്നവർക്ക് എന്ന വിശ്വാസികൾക്ക് എല്ലാവർക്കും ഈ പള്ളിയിൽ വരാം എന്നാണ് പള്ളി ഭാരവാഹികൾ പറയുന്നത്. ഏതായാലും ഇവിടെ വലിയ സുരക്ഷാ സംവിധാനത്തിന് നടുവിലാണ് ഇപ്പോൾ കോലഞ്ചേരി പള്ളിയുള്ളത്. പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ, അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂട്ടമണിയടിച്ചും ഒപ്പം മുദ്രാവാക്യം വിളിച്ചും ആഹ്ലാദ പ്രകടനം നടത്തിയുമെല്ലാമാണ് സുപ്രീം കോടതി വിധിയോട് ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ശക്തമായ സുരക്ഷാ സംവിധാനത്തിന് നടുവിൽ തന്നെയാണ് ഇപ്പോൾ കോലഞ്ചേരി പള്ളി ഉള്ളത്. പ്രതീക്ഷിച്ച വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ. വിധി സർക്കാർ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോടതി വിധി അടിസ്ഥാനമാക്കി സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും ബാവ കോട്ടയത്ത് പറഞ്ഞു. പ്രതീക്ഷിച്ചൊരു വിധിയാണിത്. കാരണം സത്യത്തിൻ്റെ എല്ലാ വഴികളിലും അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് മലങ്കര സഭയ്ക്കുള്ളത്. എല്ലാ വിശ്വാസികൾക്കും അവിടെ ആരാധനയ്ക്ക് വരുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഉടമസ്ഥതയുടെ അവകാശവാദം മാത്രം പറയുമ്പോൾ മാത്രമാണ് പ്രയാസമുള്ളത്. കേസിൽ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി അന്തിമമായി കരുതുന്നില്ല എന്ന് യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ തിയോഫിലസ് പറഞ്ഞു. സഭാ സുന്നഹദോസ് ചേർന്ന് തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും മെത്രാപ്പൊലീത്ത മനോരമ ന്യൂസിനോട് പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ 95 വിധിയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് 8-9 കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു കാര്യം മാത്രമാണ് 34 ഭരണഘടന. അപ്പൊ ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഇത് പരാമർശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു അന്തിമ സംഗതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഉടനെ തന്നെ ഞങ്ങൾ സുന്നഹദോസ് കൂടി ഇത് സംബന്ധിച്ചുള്ളതായി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് സുന്നഹദോസ് കൂടി തീരുമാനമെടുക്കും. ഈ വിഷയം ഇവിടെ പര്യവസാനിച്ചു എന്നുള്ളതല്ല, അത്